നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരുന്നു. 3 ജില്ലകൾക്ക് റെഡ് അലർട്ട്. മലയോര മേഖലയിൽ രാത്രി യാത്രാ നിയന്ത്രണം. ഗവിയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം. എറണാകുളത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. കെട്ടടങ്ങാതെ സോളാർ സമര വിവാദം. ഒത്തുതീർപ്പ് TP കേസ് മുൻനിർത്തിയാണോ എന്ന് കെ രമ. കോൺഗ്രസ് വിശദീകരിക്കണമെന്ന ആവശ്യം നിഷേധിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ദൂതനായെന്ന ആരോപണം തള്ളി NK പ്രേമചന്ദ്രൻ. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPM. 22-ന് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മാഫിയ സംഘമായി CPM അധപ്പതിച്ചെന്ന് K സുധാകരൻ. ഉദ്ഘാടനം ചെയ്താൽ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് VD സതീശൻ. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് DGP. കൊച്ചിയിൽ ലഹരി സംഘം പിടിയിൽ. യുവതിയടക്കം 5 പേർ അറസ്റ്റിൽ. ജയിലിൽ ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനായി തെരച്ചിൽ ശക്തം. അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിചിത്രവാദം. നാവിന് പ്രശ്നമുണ്ടായിരുന്നതായി റിപ്പോർട്ട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് പോലീസ്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദു ഓടിച്ച ബസ് പരിശോധിച്ച് MVD. 2 മാസമായി സ്പീഡ് ഗവർണർ ഇളക്കിയിട്ടിരിക്കുന്നതായി കണ്ടെത്തൽ. GPS മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. പരിശോധന പോലീസിന്റെ ആവശ്യപ്രകാരം. മലബാറിലെ +1 സീറ്റിൽ പ്രതിഷേധം ശക്തം. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ ബഹളം. MSF സംസ്ഥാന സെക്രട്ടറി അറസ്റ്റിൽ. രാഷ്ട്രീയ ലക്ഷ്യമെന്ന് V ശിവൻകുട്ടി. 5ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 49 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവില്ലെന്ന് രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട്. 180-200 से ज्यादा मिलेंगे. नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे. മർദ്ദന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റിൽ. വാർത്തയിലേക്ക് വിശദമായി. നാളെ മുതൽ 21 വരെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. 22 വരെ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ 21 വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ളതിനാലും മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മലയോര കായലോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം, ക്വാറിയിങ്, മൈനിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കടലോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ 23 വരെ രാത്രി 7 മണിക്ക് ശേഷം യാത്ര നിരോധിച്ചു. ഗവി ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജമാക്കിയെന്നും റാന്നി, കോന്നി മേഖലയിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, മലയോര മേഖലകൾ ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പുകളാണ് ജില്ലാ കളക്ടർമാർ പുറത്തിറക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ഏതൊക്കെ ഇടങ്ങളിലാണ് നിയന്ത്രണം, എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? രേണുക, അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഈ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ വരും ദിവസങ്ങൾ, അതായത് 19 മുതൽ 23 വരെ കനത്ത മഴ ലഭിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഗവി ഉൾപ്പെടെയുള്ള സഞ്ചാര മേഖലയിലേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം പത്തനംതിട്ട ജില്ലയിൽ നിർത്തിവെച്ചു. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോന്നി, റാന്നി തുടങ്ങിയ മേഖലയിൽ നിന്നും ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾക്ക് മുന്നറിയിപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ജില്ലയിൽ
ഈ 3 ദിവസങ്ങൾ, അതായത് നാളെ മുതൽ 23 വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ വ്യാപകമായ ജില്ലയിലെ എല്ലാ സ്ഥലത്തും മഴ ലഭിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളും അത്ര തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുള്ളത്. മലയോര മേഖലയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതായത് സീയത്തോട്, തണ്ണിത്തോട് തുടങ്ങിയ കൊക്കാത്തോട് തുടങ്ങിയ മലയോര മേഖല ജില്ലയിലുള്ള മേഖലയാണ്. ഇവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കയൊന്നുമില്ലെങ്കിൽ തന്നെ ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം വരും ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ ഇപ്പോഴും ജില്ലയിൽ പരക്കെ എല്ലാ സ്ഥലങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പരക്കെ ഒരു മഴ ലഭിക്കുന്ന സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട്. വരും മണിക്കൂറുടെ മഴ ശക്തമാകുമ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നദികളുടെ ജലനിരപ്പൊക്കെ സാധാരണഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പമ്പ, അച്ചൻകോൽ, മണിമല തുടങ്ങിയ നദികളുടെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ, അതായത് 19 മുതൽ 23 തീയതി വരെയുള്ള ദിവസങ്ങളിൽ മഴ ശക്തമായ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലമുള്ളത്. എന്തായാലും ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയോര മേഖലയ്ക്കകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ്. പ്രളയം ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു ജില്ല എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നേടുക ശരി. എന്തായാലും അതിതീവ്ര മഴയുടെ സാധ്യതയാണ് കാണുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മഴക്കാലത്തിന് മുൻപേ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. 2 ആഴ്ചക്കിടെ വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയത് 1 ലക്ഷത്തോളം പേരാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് 91 പേർ മരിച്ചു. മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ പോലുള്ള അപൂർവ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിവിധയിടങ്ങളിൽ മഞ്ഞപ്പിത്തവും പടരുന്നു. അതേസമയം പകർച്ചവ്യാധികളെ നേരിടാൻ സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും ശുചീകരണ യജ്ഞം നടക്കും. കാലാവസ്ഥയിലെ വ്യതിയാനം മൂലം സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനിടെ മഴക്കാലപൂർവ്വ ശുചീകരണ ദൌത്യങ്ങൾ സംസ്ഥാന ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട്ബ്രേക്ക് സംസ്ഥാനത്തെ 7 ജില്ലകളിലുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ പ്രധാനമായി പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി പടരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിലാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പരിശോധനകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പ് സജീവമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ വെള്ളം കൃത്യമായി ശുചീകരിച്ച ശേഷം മാത്രം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയത് തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ ഊർജിതമാക്കണമെന്ന കർശനമായ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെ കൃത്യമായി പരിശോധനകൾ എല്ലാ സ്ഥലങ്ങളിലും ഏകോപിപ്പിക്കാനുള്ള നീക്കവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അവകാശപ്പെടുമ്പോഴും ഈ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി തന്നെ നിലനിൽക്കുന്നത്. അതോടൊപ്പം എല്ലാ ആശുപത്രികൾക്കും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മരുന്നുകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി ശുചീകരണ യജ്ഞം, അതായത് ഈ മഴക്കാലപൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. നോർത്ത് കളമശ്ശേരിയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 26 പേർക്കാണ് രോഗബാധയുണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ്.
എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കളമശ്ശേരി, വേങ്ങൂർ തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ മഞ്ഞപ്പിത്തം പടരുന്നു എന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തുവരുന്നു. അതിനുള്ള ഒരു നടപടികൾ, രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കളമശ്ശേരിയിൽ ഏതാണ്ട് 26 കേസോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭയുടെ ഭാഗമായ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് വലിയ രീതിയിൽ മാലിന്യങ്ങൾ പൊതുജനങ്ങൾ കൊണ്ടുചെന്ന് തള്ളുന്ന ഒരിടമായിട്ട് ഈ റോഡുകളുടെ പരിസരങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തുറസായി കിടക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഈ രോഗവ്യാപനത്തിന്റെ മറ്റൊരു കേന്ദ്രങ്ങളാകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടങ്ങളിലുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ പരിശോധനകൾ തുടരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. നഗരസഭ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന രോഗത്തിന്റെ കണക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നഗരസഭ പറയുന്നത്. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ഒരു രോഗവ്യാപനം തടയുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ സിമ കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊപ്പം നഗരസഭാ അധ്യക്ഷ തന്നെ ചേരുന്നു. വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ഈ സമയത്തേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്കർമാരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാവിലെ മുതൽ അവർ എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്ത് വിളിച്ചു വന്ന്, അതുപോലെ എല്ലാവരും ഭംഗിയായിട്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇതിന്റെ ഒരു വിജയം കാണാൻ സാധിക്കുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ജ്യൂസ് വിൽക്കുന്ന ശാലകളെല്ലാം തന്നെ ഇപ്പോൾ വഴിയോരങ്ങളിലെല്ലാം തന്നെ സാർവത്രികമാണ്. ഇവിടങ്ങളിലൊക്കെ ഒരു പരിശോധന, പ്രത്യേകിച്ച് ഐസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ എച്ച്ഐമാരുടെ നേതൃത്വത്തിൽ എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട്. പിന്നെ ഭംഗിയായിട്ട് തന്നെയാണ് അതിന്റെ കർക്കശമായ നടപടികളെല്ലാം സ്വീകരിക്കും. രോഗികളുടെ എണ്ണം അത് ആശങ്കപ്പെടുത്തുന്നതാണോ? ഇല്ല, 26 പേരേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ ആരോഗ്യനില. എന്തായാലും ചെയർപേഴ്സണും ഒപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തന രംഗത്തുള്ള തൊഴിലാളികളും എല്ലാം രാവിലെ മുതൽ തന്നെ ഇതിപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണ്. അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതുപോലുള്ള പൊതു ഇടങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികളാവുന്നുണ്ട്. കാരണം ഇതൊന്നും ഇറങ്ങിയെടുത്ത് ഇതൊന്നും അത് ശുചീകരിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ മാത്രമല്ല, NED റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തീർത്തും അശാസ്ത്രീയമായി നഗരസഭയുടെ പ്രവർത്തനങ്ങളോടക്കം സഹകരിക്കാതെ ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് പലരും തന്നെ കാണുന്നുണ്ട്. വലിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന ഇടങ്ങളായിട്ട് മാറുന്നു. എന്തായാലും ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി ശുചീകരണ പദ്ധതികളുമായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നു. കളമശ്ശേരി നഗരസഭയും അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ചെയർപേഴ്സൺ അടക്കം പറയുന്നത്. കളമശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സോളാർ സമരം പിൻവലിച്ചതിന് പിന്നിൽ നടന്ന ഒത്തുതീർപ്പെന്ത്? മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണത്തിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വങ്ങൾ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിനിടെ TP കേസിനെ മുൻനിർത്തിയാണോ സോളാർ ഒത്തുതീർപ്പെന്ന് കോൺഗ്രസ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് KK രമ രംഗത്തെത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് നിഷേധിച്ചെങ്കിലും സമരം തീർന്നത് സംബന്ധിച്ച് CPM വിശദീകരിക്കട്ടെ എന്ന നിലപാടിലാണ്. ഇടതുമുന്നണിയുടെ ദൂതനായെന്ന ആരോപണം NK പ്രേമചന്ദ്രൻ നിഷേധിച്ചു. സോളാർ സമരം തീർക്കാൻ താൻ ഇടനിലക്കാരനായി നിന്നുവെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണം വന്ന് 2ാം ദിവസമാകുമ്പോഴും അതിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലെ പ്രധാനികളൊക്കെ ജോൺ മുണ്ടക്കയത്തെ തള്ളിപ്പറയുകയാണ്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ പറഞ്ഞ നിലപാട് ആവർത്തിച്ചു. ജോൺ മുണ്ടക്കയം പറഞ്ഞത് ശരിയല്ല, അത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കവും നടന്നിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പ് CPM തയ്യാറായെന്ന് പറയേണ്ടത് അതിന്റെ നേതാക്കൾ തന്നെയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ വെളിപ്പെടുത്തൽ നടത്തണം. എന്തുകൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിന് തയ്യാറായെന്ന് വെളിപ്പെടുത്തേണ്ടത് CPM നേതൃത്വം തന്നെയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നും പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അവിടെ ഇരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്ന് തന്നെയല്ലേ? പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കണ്ടൻസ് ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നിരുന്നു.
ഇടതുമുന്നണിക്ക് വേണ്ടി ചർച്ചകളിൽ UDF നേതാക്കളുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് ജോൺ മുണ്ടക്കയം അവകാശപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടയാൾ NK പ്രേമേന്ദ്രനാണ്. അന്ന് ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു NK പ്രേമേന്ദ്രൻ. ഇന്ന് അദ്ദേഹം ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അത്തരത്തിൽ ഒരു ഇടനിലയും താൻ നിന്നിട്ടില്ല. താൻ ഈ സമരം തീർന്നു എന്ന വിവരം അറിഞ്ഞതു തന്നെ AISIസിനൊപ്പം, അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, RSPയുടെ സംസ്ഥാന സെക്രട്ടറി AISIസിനൊപ്പം സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരവേദിയിൽ നിന്ന് AK സെന്ററിലേക്ക് ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഈ ഏകദേശ തീരുമാനങ്ങൾ, സമരം അവസാനിപ്പിക്കുന്ന തീരുമാനങ്ങൾ യോഗത്തിൽ എടുത്തു കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം കാണാൻ അവിടെ LDF നേതാക്കൾ TVക്ക് മുന്നിൽ ഇരിക്കുമ്പോഴാണ് താൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒട്ടും ശരിയല്ല, പൂർണ്ണമായും തെറ്റെന്ന് NK പ്രേമേന്ദ്രനും പറഞ്ഞു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ഡീലും നടന്നതായി തനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഗൌരവമുള്ള സംഭവമാണെന്നും NK പ്രേമേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള അസീസേട്ടന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തരമായി AKG സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു. ഏതായാലും വിവാദവും അവകാശവാദവും ഒക്കെ രണ്ടാം ദിനം കടന്നുപോകുമ്പോഴും ഇതിനൊരു സ്ഥിരീകരണം നൽകാൻ എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടായോ എന്ന കാര്യം വെളിപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം വന്നത് KK രമയുടെ, RMB നേതാവ് KK രമയുടേതാണ്. ഇന്ന് UDFനൊപ്പമുള്ള UDF കക്ഷിയിലെ MLA ആയ UDF മുന്നിലെ MLA കൂടിയായ KK രമ അന്ന് എന്തോ അരുതാത്ത നടന്നു, ഒരു ഒത്തുതീർപ്പ് നടന്നുവെന്ന് നേരത്തെ ഉന്നയിച്ച ആരോപണം ഇന്നും ഉന്നയിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും KK രമ ആവശ്യപ്പെടുന്നു. അത് ഒത്തുതീർപ്പാക്കിയ ആളുകൾ തന്നെ പറയണം എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച്. സത്യം എന്നായാലും തെളിയും. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. TP കേസ് ഉൾപ്പെടെ അത് ഉന്നതങ്ങളിലേക്ക് പോയിട്ടില്ല എന്നറിയാം. അത് മറ്റെന്തിന്റെങ്കിലും ധാരണ പുറത്താണോ പോവാത്തത് എന്നതിനെ സംബന്ധിച്ച് CPMന്റെ ഉന്നത അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു മീഡിയക്കാരന് ഇതിനകത്ത് എന്താണ് ബന്ധം? എന്തിനാണ് ഈ പാർട്ടിക്കാരെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിഡ്ഢികളാക്കി കൊണ്ടുപോയ ഒരു സമരം നടത്തിയത്? എന്തിന്റെ ആവശ്യത്തിനായിരുന്നു? KK രമയുടെ ഈ നിലപാടോടുകൂടി ഈ വിവാദം കോൺഗ്രസിനും തിരിച്ചടിയാവുകയാണ്. കോൺഗ്രസിനും തിരിഞ്ഞു കൊത്തുകയാണ്. സമരം തീർക്കാൻ ഇടതു നേതാക്കൾ, ഇടതു മുന്നണി നേതൃത്വം CPM ഇടപെട്ടു എന്ന ആരോപണം സ്വാഭാവികമായി വലിയൊരു സമരം, വിജയിക്കേണ്ട സമരം വിജയിക്കുമായിരുന്നിട്ടും അതിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് CPM തയ്യാറായെന്ന ആരോപണം CPMനെ എങ്ങനെ ബാധിക്കുമോ അതുപോലെ തന്നെ UDFനെയും കോൺഗ്രസിനെയും തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന് കാരണം ഈ ഡീൽ എന്നത് സമരം തീർക്കാൻ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഡീൽ TP ചന്ദ്രശേഖരൻ വധക്കേസാണ്. അതിലെ അന്വേഷണം ഒരു പരിധിക്കപ്പുറത്തേക്ക് CPMന്റെ പ്രധാന നേതാക്കളെ ബാധിക്കാതിരിക്കാൻ നടന്ന ഒരു രാഷ്ട്രീയ ഡീൽ എന്ന ആരോപണം നേരത്തെ ശക്തമായി ഉയർന്നതാണ്. അത് വീണ്ടും കൂടുതൽ ബലപ്പെടുകയാണ്. KK രമയുടെ സംശയവും മറിച്ചല്ല. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തങ്ങൾ ഒന്നും അറിയില്ല, ഒരു ഡീലും നടന്നത് പറയുമ്പോൾ ഇനി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്, ഇതിനെപ്പറ്റി വ്യക്തമായി അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാകും ഇത് ഏറ്റവും നിർണായകമായി മാറുക. അദ്ദേഹവും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ നടന്നുവെന്ന് തുറന്ന് സമ്മതിക്കാനിടയില്ലെങ്കിലും ഇതിൽ പിണറായി വിജയന്റെ അഭിപ്രായമാണ് CPMന്റെ മറ്റു നേതാക്കളുടെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാവുക. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം പണിത് CPM. കണ്ണൂർ ചേറ്റക്കണ്ടിയിലെ ഷൈജു, സുബീഷ് എന്നിവർക്കാണ് സ്മാരകം. 2015 ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു 2015 പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. 2015 ജൂൺ 6-നാണ് ഷൈജു, സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത്. കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടാവുകയും രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അന്ന് CPM ഇത് തള്ളിപ്പറഞ്ഞിരുന്നു. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു പാർട്ടി വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനായിരുന്നു. അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് ഇവർ RSSനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനിടെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകളും അന്ന് നടത്തിയത് പാർട്ടി വക ഭൂമിയിലായിരുന്നു.
എന്തായാലും ഈ സംഭവത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇവരെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും 2016 ഇവർക്ക് വേണ്ടി രക്തസാക്ഷി ദിനവും CPM ആചരിച്ചിരുന്നു. ഇപ്പോൾ പുതുതായി ഇവർക്കുള്ള സ്മാരക മന്ദിരം പണിതിരിക്കുന്നു. ഈ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഈ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ഈ സംഭവത്തിൽ CPMന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത്. എല്ലാത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന മാഫിയ സംഘമായി CPM അധപ്പതിച്ചെന്ന് K. സുധാകരൻ പ്രതികരിച്ചു. ഭീകര സംഘടനകളും താലിബാൻകാരുമൊക്കെ ചെയ്യുന്ന അതേ പ്രവൃത്തികളാണ് കേരളത്തിൽ CPM ചെയ്യുന്നതെന്നും K. സുധാകരൻ ആരോപിച്ചു. രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്താൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് VD സതീശനും ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 8 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിലെ 5ഉം ഝാർഖണ്ഡിൽ 3ഉം മഹാരാഷ്ട്രയിൽ 13ഉം ഒഡീഷയിൽ 5ഉം ഉത്തർപ്രദേശിൽ 14ഉം പശ്ചിമബംഗാളിൽ 7ഉം ജമ്മുകാശ്മീരിലെ 1ഉം സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുക. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, 5ാം ഘട്ടം പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം കൂടിയാണ് 5ാം ഘട്ടം. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, 695 സ്ഥാനാർത്ഥികളുടെ ജനവിധി നിർണ്ണയിക്കുന്ന മത്സരമാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇതോടുകൂടി ഒരുപക്ഷെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ പൂർത്തിയാക്കും. പിന്നീട് 2 ഘട്ടങ്ങൾ കൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 114 സീറ്റുകളായിരിക്കും ഇതിനുശേഷം ഇനി മത്സരരംഗത്തുള്ളത്. ഏതായാലും ഈ ഘട്ടം വളരെ സുപ്രധാനമാണ് എന്ന് പറയാൻ കാരണം അതിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. BJPയുടെ സ്മൃതി ഇറാനി രംഗത്തുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ അവിടെ രാജീവ് പ്രതാപ് റൂഡിയെയാണ് സരൺ മണ്ഡലത്തിൽ നേരിടുന്നത്. ഹാജിപൂരിൽ ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു. അങ്ങനെ 49 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 32 BJPയാണ് ജയിച്ചിരുന്നത്. കോൺഗ്രസിന് ആകെ 2019 ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2004 കണക്ക് പരിശോധിക്കുമ്പോഴും കോൺഗ്രസിന് ഈ 49 സീറ്റുകളിൽ 14 മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 49 മണ്ഡലങ്ങൾ തന്നെ, അതിൽ പ്രത്യേകിച്ച് 32 മണ്ഡലങ്ങളാണ് ഇത്തവണയും അണിനിരക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ വിജയിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിൽ 6 BJPയും 7 ശിവസേനയുമാണ് വിജയിച്ചത്. ഇത്തവണ ശിവസേനയിൽ ഉണ്ടായ പിളർപ്പ് ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നത് സുപ്രധാനമാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണ ബംഗാളിലെ ഈ 7 സീറ്റുകളിൽ 4 നേടാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. ഈ തവണ ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സമാജ്വാദി പാർട്ടിക്കും ഉത്തർപ്രദേശിലെ സീറ്റുകൾ വളരെ നിർണായകമാണ്. ബീഹാർ, ഒഡീഷയിൽ 3 മണ്ഡലങ്ങളിൽ വീതം കഴിഞ്ഞ തവണ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ അത് നിലനിർത്താൻ കഴിയുമോ എന്നത് വളരെ സുപ്രധാനം. ലക്നൌവിൽ രാജ്നാഥ് സിംഗ് അവിടെ മത്സരിക്കുന്നു. ലക്നൗ സ്വതവേ BJPക്ക് ഒരു ശക്തി കേന്ദ്രം എന്ന് വിളിക്കാവുന്നൊരു സ്ഥലമാണ്. അടൽ ബിഹാരി വാജ്പേയി പോലുള്ളവർ മത്സരിച്ച് 91 മുതൽ BJPയുടെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലം കൂടിയാണ്. ഈ ഘട്ടത്തിലെ ഒരു സുപ്രധാന വിഷയം, ചിലയിടങ്ങളിൽ നേരിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയിട്ടുണ്ട്. ആരാംഘറിൽ 1142 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ TMC ജയിച്ചു കയറിയത്. അതുപോലെ ഈ ബംഗാളിലെ ബാരപ്പൂറിലും അതുപോലെ ഒഡീഷയിലെ ബാലാംഗീറിലും UPയിലെ കൗഷിബാഗിലുമൊക്കെ എന്ത് സംഭവിക്കും? വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അവിടെ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത്. സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നത് നിർണായകമാണ്. അതേസമയം BJPയുടെ ശക്തി കേന്ദ്രങ്ങളെ മഹാരാഷ്ട്രയിലെ ധുളെ, അതുപോലെ ദിൻഡോറി, ജാർഖണ്ഡിലെ ഹസാരിബാഗ്, ബീഹാറിലെ മധുബനി തുടങ്ങിയ മണ്ഡലങ്ങൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഏതു തരത്തിൽ വരും എന്നത് ജനം ഉറ്റുനോക്കുന്നു. ബംഗാളിലാകട്ടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഹൗറ, സൊറാംപൂർ, അതുപോലെ ഉലുബേരി തുടങ്ങിയ
തുടങ്ങിയ മണ്ഡലങ്ങളിൽ TMC ഏത് തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കും എന്നതും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം, TMCയെ സംബന്ധിച്ചിടത്തോളം, SPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ നിർണായകമായ ഒരു പോരാട്ടം. പക്ഷേ ഏറ്റവും അധികം കുറച്ച് ലോക്സഭാ സീറ്റുകൾ മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് എന്ന് തീർച്ചയായും പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെ മത്സര രംഗത്തുള്ള ഫേസാണ് 5ാം ഘട്ടം എന്നതാണ് മനു നൽകുന്ന വിവരം. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ല എന്ന് രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട്. NDAക്ക് 200 സീറ്റിൽ കൂടുതൽ കിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് പല പ്രധാനമന്ത്രിമാർ ഉണ്ടാവില്ലെന്നും പ്രധാനമന്ത്രിയെ ഇന്ത്യ മുന്നണി യോജിച്ച് തീരുമാനിക്കുമെന്നും രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. राहुल गांधी हमारे साथ हैं. राहुल गांधी जी, अमित शाह 4 राउंड के बाद ही कह रहे हैं 272 का आंकड़ा तो पार हो गया. प्रधानमंत्री कह रहे हैं 400 में कोई दिक्कत नहीं है. आप इतना घूम रहे हैं, आपको क्या लग रहा है, संख्या क्या है? सबसे पहले 2 चीज़ें हैं. एक, मुझे नहीं लग रहा है कि उनको 180-200 से ज़्यादा मिलेगी. नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे, ये तो आप लिख के ले लीजिए मुझसे. मगर मेन जो मुद्दा है चुनाव का, ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया, जो इनके नेता कह रहे हैं, ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे, फेंक देंगे. रिजर्वेशन पे जो अटैक किया, बेरोजगारी, जो करोड़ों युवाओं को इन्होंने बेरोजगार किया. बहुत अच्छा चुनाव होगा हमारा, इंडिया की सरकार बनेगी. राहुल जी, एक सवाल बड़ा, आप कितने सालों से मैं पूछ रहा हूँ आपसे, आप एक मैनिफेस्टो लाए, इस चुनाव में सबसे ज़्यादा चर्चा उसी मैनिफेस्टो की हो रही है. लेकिन मैनिफेस्टो इम्प्लीमेंट कौन करता है? वो करता है जो प्रधानमंत्री होता है. तो आपने जब मैनिफेस्टो बनाया है तो इम्प्लीमेंट तो आप ही करेंगे ना? देखिए मैनिफेस्टो बड़ी इंटरेस्टिंग बात है. मैनिफेस्टो में 2-3 बड़ी इश्यूज थी. ठीक है, महालक्ष्मी, पहली नौकरी पक्की, किसानों का कर्जा, और वो बड़ी इंटरेस्टिंग बात मैं आपको बताऊं, वो एक्चुअली भारत जोड़ो यात्रा में से आई है. वो मेरी सोच नहीं है. भारत जोड़ो यात्रा पहली वाली एंड भारत जोड़ो न्याय यात्रा में से ये पूरा का पूरा थीम हिंदुस्तान के जनता ने मुझे बताया, हमें बताया. जो जैसे हमने जो महालक्ष्मी योजना की है, महिलाओं ने हमें बताया कि अगर आप पैसा महिलाओं को दोगे तो उसका बिल्कुल अलग मतलब होगा. तो ये आइडियाज़ हमने जनता से लिए हैं. तो मैनिफेस्टो हमारा नहीं है, जनता का है. नहीं, लेकिन इम्प्लीमेंट आप करेंगे ना? अब वो तो देखिए, इंडिया गठबंधन में डिसीजन लिया गया है. जब हम जीतेंगे, इंडिया गठबंधन डिसाइड करेगा कौन प्रधानमंत्री. तो कह रहे हैं कि हर बार 1-1 साल पे चेंज करने के प्रधानमंत्री. वो तो ऐसे नहीं होगा, मगर इंडिया गठबंधन डिसाइड करेगा. एक सवाल ये भी जरा बताइए राहुल जी, एक सवाल. अच्छा, ठीक है. तो ये ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റിൽ. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാളിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ആം ആദ്മി പാർട്ടി നേതാക്കളെയെല്ലാം ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന് കെജ്രിവാൾ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 12-ന് കൂട്ടമായി BJP ആസ്ഥാനത്തേക്ക് വരാം. ആരെ വേണമെങ്കിലും പിടിച്ച് ജയിലിലിട്ടോളൂ എന്നും പ്രധാനമന്ത്രിയോട് കെജ്രിവാൾ പറഞ്ഞു. आप ये जेल का खेल खेल रहे हो. कभी एक को जेल में डालते हो, कभी मनीष सिसोदिया को, कभी अरविंद केजरीवाल को, कभी संजय सिंह को. कल मैं 12 बजे अपने सभी बड़े नेताओं के साथ, MLAs, MPs, सबके साथ 12 बजे BJP हेडक्वार्टर आ रहा हूं. जिसको आप जेल में डालना चाहते हो, आप जेल में डाल लो. एक जेल में डाल दो. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് സംസ്ഥാന പോലീസ് മേധാവി. DGP വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് വിമർശനം. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ SPക്കുമാണ് DGPയുടെ വിമർശനം ഉണ്ടായത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ SPക്കുമായിരുന്നു വിമർശനം. തലസ്ഥാനത്ത് ഗുണ്ടകളെ നിയന്ത്രിക്കാനാകുന്നില്ല. ലഹരി ഇടപാടുകൾ നടക്കുന്നു. കൊച്ചി ഗുണ്ടകളുടെ കേന്ദ്രമായി മാറി. ഇതിനിടെ ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്യാമറ ഓഫ് ചെയ്ത് പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് DGPയുടെ താക്കീതുമുണ്ടായി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് താക്കീത് നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാവിളയാട്ടം കൂടിയതോടെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന തുടങ്ങിയത്.
ഓപ്പറേഷൻ ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ കീഴിൽ നടക്കുന്ന പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നും ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും DGP നിർദ്ദേശിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടകൾ, പിടികിട്ടാപ്പുള്ളികൾ, ലഹരി സംഘങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ DGP ഉത്തരവ് നൽകിയിരുന്നു. തിരുവനന്തപുരം കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവവും ചേർത്തലയിൽ പോലീസിനെ വെല്ലുവിളിച്ച് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയ സമ്മേളനവും യോഗത്തിൽ ചർച്ചയായി. ന്യൂസ് 18 തിരുവനന്തപുരം. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ജയിൽ ചാടി. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ ഇന്നലെ രാത്രിയിൽ രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകൻ. ഡാനിപോളിന്റെ റിപ്പോർട്ടിലേക്ക്. ഇയാൾ തൃശൂരിലെ വിയ്യൂർ ഹൈടെക് ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാലമുരുകൻ നിരവധിയായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ്, കുറ്റവാളിയാണ്. ഇയാളെ തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ കേസുണ്ട്. തമിഴ്നാട് സ്വദേശിയാണ് ഇയാൾ. തമിഴ്നാട്ടിലും കേരളത്തിലും ഇയാൾക്കെതിരെ നിരവധിയായ കേസുകൾ നിലവിലുണ്ട്. ഇയാളെ കഴിഞ്ഞ ദിവസം ഒരു കേസിന്റെ അന്വേഷണത്തിനായി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസാണ് ഇയാളെ പെരിയ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസായിരുന്നു ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതിനുശേഷം തിരിച്ച് ഇവിടേക്ക് കേരളത്തിലേക്ക് വിയ്യൂരിലേക്ക് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു ആ ജയിൽ പരിസരത്ത് നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ജയിലിലേക്ക് കയറ്റുമ്പോഴുള്ള ആ സമയത്താണ് അതിൽ നിന്ന് പോലീസുകാരെ കണ്ണുവെട്ടിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിനായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം തിരിച്ച് ജയിലിലേപ്പിക്കുക എന്നുള്ളത്. അവരുടെ കണ്ണുവെട്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള പോലീസ് അടക്കം വലിയ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. നിരവധിയായ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് കേരളത്തിൽ പിടിയിലാകുന്നത്. അതിനുശേഷം ഇയാൾ വിയ്യൂർ അതിസുരക്ഷയുള്ള വിയ്യൂർ ജയിലിലായിരുന്നു. പിന്നീട് കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും തിരിച്ചു വരികയും അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചി എളമക്കരയിൽ ലഹരി സംഘം പിടിയിൽ. പ്രശസ്ത മോഡലടക്കം 6 പേരാണ് അറസ്റ്റിലായത്. എളമക്കരയിലെ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് കൊക്കൈൻ അടക്കമുള്ള ലഹരിയുമായി പ്രതികൾ പിടിയിലായത്. കൊച്ചിയിലെ പ്രമുഖ മോഡലായ അൽക്ക ബോണിയാണ് ലഹരി ഇടപാടിലെ പ്രധാനി. മോഡലിംഗിന്റെ മറവിലായിരുന്നു എളമക്കരയിലെ ലോഡ്ജിൽ ലഹരി ഇടപാടുകൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരിയുമായി പ്രശസ്ത മോഡലടക്കം 6 പേർ പിടിയിലായത്. പിടിയിലായ യുവതി അൽക്ക ബോണി ഇൻസ്റ്റഗ്രാമിലടക്കം നിരവധി ഫോളോവേഴ്സുള്ള മോഡലാണ്. മോഡലിംഗ് രംഗത്ത് 2 വർഷമായി പ്രവർത്തിക്കുന്ന വരാപ്പുഴ സ്വദേശിനി അൽക്ക ലഹരി സംഘത്തിലെ പ്രധാനിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പിടിയിലായ ആഷിഖ്, സൂരജ്, രഞ്ജിത്ത്, മുഹമ്മദ് അസർ, അഭിൽ എന്നിവർ 18 മുതൽ 26 വയസ്സുവരെ പ്രായമുള്ളവരാണ്. വരാപ്പുഴ, തൃശൂർ, ഇടുക്കി, പാലക്കാട് സ്വദേശികളായ പ്രതികൾ ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കൊക്കൈൻ, മെത്താഫെറ്റമിൻ, കഞ്ചാവ് അടക്കമുള്ളവയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ലഹരി കച്ചവടത്തിന്റെ കണക്ക് പുസ്തകവും പോലീസ് കണ്ടെത്തി. ഇതിൽ ഇടപാടുകാർ വാങ്ങിയ ലഹരി മരുന്നിന്റെ അളവുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ഒരാഴ്ചയോളമായി ഇവർ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. പരിശോധനയ്ക്കായി പോലീസ് ലോഡ്ജിലെത്തിച്ചപ്പോൾ ഇവർ ലഹരി ഉപയോഗിച്ചതായും പോലീസ് വ്യക്തമാക്കി. പിടിയിലായവരിൽ ചിലർ മുമ്പ് സമാന കേസുകളിൽ പ്രതിയായവരാണ്. സംഘം താമസിച്ചിരുന്ന എളമക്കരയിലെ വൈറ്റ് ഹൌസ് എന്ന ഹോട്ടലിൽ നിന്ന് നിരവധി തവണയാണ് മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 736 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലാണ് പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ ആഗിലൂടെ നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട 5985 പേരും അറസ്റ്റിലായി. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിൽ പോലീസ്. ജർമ്മനിയിലുള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് നാട്ടിലെത്തിക്കുക. രാഹുലിന് ജർമ്മൻ പൌരത്വമില്ലെന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്തേക്ക് കടന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കേസിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും പ്രതി ചേർത്തേക്കും. രാഹുൽ ജർമ്മൻ പൗരനാണെന്ന അവകാശവാദത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് ജർമ്മൻ പൗരത്വമില്ല എന്ന് കണ്ടെത്തിയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്കും അവിടെ നിന്നും ജർമ്മനിയിലേക്കും കടന്നു കളഞ്ഞത് എന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ രാഹുലിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇയാൾക്ക് ജർമ്മൻ പൗരത്വം ഉണ്ട് എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. എന്തിനായിരുന്നു അമ്മ ഇത്തരത്തിൽ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. അമ്മയുടെ സഹായവും ഒപ്പം സുഹൃത്തിൻ്റെ സഹായവും ഇയാൾക്ക് പുറത്തേക്ക് പോകുന്നതിനായി ലഭിച്ചു എന്ന നിഗമനത്തിലാണ്
പോലീസ് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം കൊണ്ട് തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാവുന്നതിനായി ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഇവർ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അസുഖം മാറിയ ശേഷം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് മാറ്റിയ ശേഷം ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബംഗളൂരുവിലേക്ക് പോകുന്നതിനടക്കം സഹായം ചെയ്ത സുഹൃത്തായ രാജേഷിനെ പോലീസ് ഇന്നലെ തെളിവ് നശിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഇയാൾക്ക് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകുകയും ചെയ്തു. വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ബ്ലൂ കോർണർ നോട്ടീസിനൊപ്പം ഇപ്പോൾ റെഡ് കോർണർ നോട്ടീസ് നൽകുന്നതിനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഒപ്പം ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ സ്ത്രീപീഡന കുറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ കുടുംബത്തെയും ഈ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നു. നേരത്തെ അടച്ചിട്ട ഒരു മുറിയിൽ രാഹുലും അമ്മയും തമ്മിലുള്ള സംസാരത്തിന് ശേഷമാണ് തന്നെ ക്രൂരമായ മർദ്ദനത്തിന് രാഹുൽ ഇരയാക്കിയതെന്ന് പോലീസിനോട് യുവതി പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചാവും ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേസിൽ കുടുംബത്തെ സന്ദർശിച്ച് വനിതാ കമ്മീഷൻ. കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷൻ അറിയിച്ചു. മാധ്യമങ്ങളോട് പ്രതിഭാഗത്തിന്റെ വീട്ടുകാർ പെൺകുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി പറഞ്ഞു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിട്ടുള്ള ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവർ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ലഭ്യമായ ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുട്ടിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരെ നേരിട്ട് വിളിക്കുകയും അന്ന് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ SHOനെ ആ സമയത്ത് തന്നെ വിളിച്ച് കേസ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്, അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് കാട്ടിയിട്ടുള്ള ജാഗ്രതക്കുറവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ നാവിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സൂപ്രണ്ടിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. 4 വയസ്സുകാരിയെ അവയവമാറ്റി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഡോക്ടറെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സൂപ്രണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ നൽകിയ മാപ്പപേക്ഷയിൽ തനിക്ക് പൂർണ്ണമായി ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്നും ഇത്തരമൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായി അതിൻ്റെ കൃത്യമായ ആശയവിനിമയം കുടുംബവുമായി നടത്തിയില്ല എന്നും ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു. അന്ന് അദ്ദേഹം അവകാശപ്പെട്ട ഒരു കാര്യം, കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അതായത് നാക്കിന് കീഴിലുള്ള ഒരു കെട്ടുണ്ട്, അത് ഭാവിയിൽ ഈ സംസാര വൈകല്യം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് താൻ അക്കാര്യത്തിൽ ആദ്യം ശസ്ത്രക്രിയ നടത്തി എന്നതാണ്. പക്ഷേ കുടുംബം പൂർണ്ണമായി ഈ അവകാശവാദം തള്ളിയിരുന്നു. കാരണം കുട്ടിയുടെ സംസാരത്തിന് യാതൊരു പ്രശ്നവുമില്ല, നാക്കിനടിയിലെ കെട്ട് ഒരു സമയത്തും ദൃശ്യമായിരുന്നില്ല, അങ്ങനൊരു പ്രശ്നമുണ്ടായതായി തങ്ങൾക്ക് അറിയില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരം അവകാശവാദമായി നേരത്തെ തന്നെ ഡോക്ടർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആദ്യം ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയ കുടുംബം പിന്നീട് പോലീസിൽ ഇത് പരാതിയായി നൽകിയത്. മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവരുതെന്ന ആവശ്യമാണ് അന്ന് കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടിയുടെ അമ്മയടക്കം 4 പേരിൽ നിന്നും
പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു. ഒപ്പം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് അവർ അറിയിച്ചിരുന്നു. കാരണം മെഡിക്കൽ കോളേജിലാണ് ഈ ഗുരുതരമായ വീഴ്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിന്റെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം ആ ബോർഡ് ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ, കുട്ടിക്ക് നേരത്തെ വൈകല്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇത്തരം സർജറി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അത് പ്രകാരം അധികം വൈകാതെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി ഡോക്ടർ ജോൺ ജോസഫിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷനും ആരോഗ്യമന്ത്രിയും അടക്കം വിശദമായ റിപ്പോർട്ട് നൽകുന്നതിനും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നിലവിൽ ഈ ഡോക്ടർക്കെതിരെ കാര്യമായ നടപടികൾ വേണ്ട എന്ന രീതിയിലേക്കാണ് സൂപ്രണ്ടിൻ്റെതടക്കം റിപ്പോർട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് കുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരിച്ചു വരാം, ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരുന്നു. നമസ്കാരം. ലോകവാർത്തകളിലേക്ക് സ്വാഗതം. സഹായഹസ്തം നീട്ടി US. ഗസയിലേക്ക് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. US നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചത്. $32 കോടി ചെലവിൽ നിർമ്മിച്ച താൽക്കാലിക തുറമുഖം വഴി വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമം നടക്കുന്നുമുണ്ട്. 33,000 പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഗസയിൽ എത്തിച്ചതെന്നും ജോ ബൈഡൻ അറിയിച്ചു. US എയ്ഡുമായി ചേർന്ന് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഗസയിൽ എത്തിച്ചത്. കുട്ടികൾക്കുൾപ്പെടെ ഉപയോഗിക്കാവുന്ന പോഷക സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇപ്പോൾ ഗസയിൽ എത്തിച്ചത്. ആദ്യ വിതരണവുമായി സൈപ്രസിൽ നിന്ന് കപ്പലിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അടക്കമുള്ള സഹായം UN ഏജൻസികളാണ് വിതരണം ചെയ്യുന്നത്. ഇസ്രായേലുമായി ചേർന്ന് കരമാർഗം കൂടുതൽ സഹായം നൽകുന്നതിന് ശ്രമിക്കുന്നുണ്ടെന്നും ബൈഡൻ എക്സിലൂടെ അറിയിച്ചു. ഇസ്രായേലി സൈനികർ സഹപ്രവർത്തകരുടെ വെടിയേറ്റ് മരിച്ചു. ഗാസയിൽ അബദ്ധത്തിൽ പരസ്പരം വെടിയുതിർത്ത് 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. രൂക്ഷമായ യുദ്ധം തുടരുന്ന വടക്കൻ ഗസയിലെ ജബലിയയിലാണ് ഇസ്രായേൽ സേന അബദ്ധത്തിൽ സ്വന്തം സൈനികരെ വധിച്ചത്. സംഭവത്തിൽ മറ്റ് 8 സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്രായേൽ ടാങ്കുകളിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് പ്ലാറ്റൂൺ കമാൻഡർ അടക്കം 5 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലേക്കുള്ള കപ്പലിന് അനുമതി തടഞ്ഞ് സ്പെയിൻ. ഇസ്രായേലിനുള്ള 27 ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കാർട്ടജീന തുറമുഖത്ത് അടുക്കാൻ സ്പെയിൻ അനുമതി നിരോധിച്ചു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുമായി പോകുന്ന കപ്പലിന് സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ അനുമതി നിഷേധിച്ച വിവരം വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് ആണ് അറിയിച്ചത്. സംഭവത്തിൽ ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. മെയ് 21-ന് സ്പെയിനിലെ തുറമുഖമായ കാർട്ടജീനയിൽ നങ്കൂരമിടാൻ കപ്പൽ അധികൃതർ അനുമതി തേടിയിരുന്നതുമാണ്. യമനിലെ ഹൂതികൾക്ക് ആധിപത്യമുള്ള ചെങ്കടലിലെ കപ്പൽ പാത വഴി ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കപ്പൽ സ്പെയിൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തെ നിശിതമായി വിമർശിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനിയാണ് സ്പെയിൻ. ഗസയ്ക്കെതിരെ സൈനിക ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് സ്പെയിൻ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പനയും നിർത്തിവച്ചിരിക്കുകയാണ്. നവംബറിൽ ഡെമോക്രാറ്റിക് സംസ്ഥാനത്ത് വിജയിക്കുമെന്ന് ട്രംപ്. 50 വർഷത്തിലേറെയായി ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്ത സംസ്ഥാനത്ത് താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഹാഷ്മണി ട്രയലിൽ ട്രയൽ ജഡ്ജി ട്രംപിന്റെ ഫ്ലോറിഡയിലെ മകൻ ബാരോണിന്റെ ഹൈസ്കൂൾ ബിരുദദാനത്തിനായി അനുവദിച്ച ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം മിനസോട്ടയിൽ പ്രചാരണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു ട്രംപ്. ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സെയിന്റ് പോളിൽ നടന്ന സംസ്ഥാന GOPയുടെ വാർഷിക ലിങ്കൺ റീഗൻ അത്താഴ വിരുന്നിന് പോകും മുന്നെയാണ് ട്രംപ് മിനിസോട്ട വേദിയിലെത്തിയത്. അമേരിക്കയിലെ 4ാമത്തെ വലിയ നഗരമായ ഹ്യൂസ്റ്റനെ തകർത്ത് തരിപ്പണമാക്കി കൊടുങ്കാറ്റ്. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കൊടുങ്കാറ്റിൽ കുറഞ്ഞത് 7 പേർ മരിച്ചു. നേരത്തെ റിപ്പോർട്ട് ചെയ്ത 4 മരണങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ മരണസംഖ്യ ഉയരുകയായിരുന്നു. കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ വൈദ്യുതി ബന്ധങ്ങൾ തകരാറിലായതുമൂലം ഹ്യൂസ്റ്റണിലെ ഹാരിസ് കൗണ്ടിയിൽ 9 ലക്ഷത്തിലധികം വീടുകളും ബിസിനസ്സുകളും ഇരുട്ടിലായി. ഹ്യൂസ്റ്റണിലെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു.
പ്രതികൂലമായ കാലാവസ്ഥ കാരണം 2 പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചു. ബുഷ് ഇന്റർകോണ്ടിനെന്റൽ എയർപോർട്ടിൽ മണിക്കൂറിൽ 60 മൈൽ വേഗതയിൽ കാറ്റ് വീശുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100 മൈൽ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്നും ഐക്കിയ ചുഴലിക്കാറ്റിന് തുല്യമാണെന്നും കൊടുങ്കാറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഹ്യൂസ്റ്റൺ മേയർ ജോൺ വിച്ച്മെയർ വ്യാഴാഴ്ച രാത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തര കൊറിയയിൽ ചുവന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ ഇനി കർശന നിയമ നടപടികൾക്ക് വിധേയമാകും. ചുവന്ന ലിപ്സ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ചുവന്ന ലിപ്സ്റ്റിക് മുതലാളിത്തത്തിന്റെ അടയാളമാണെന്നും സ്ത്രീകളെ കൂടുതൽ ആകർഷണീയമാക്കുന്നു, ഒപ്പം രാജ്യത്തിന്റെ നയങ്ങൾക്ക് ചേർന്നതല്ല എന്നുമുള്ള വിചിത്രവാദമാണ് ഉത്തരവിന് പിന്നിലെ വിശദീകരണം. നിലവിൽ ഇളം നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക് ഇടാനാണ് അനുമതിയുള്ളത്. ഇതോടൊപ്പം തന്നെ മുടി കളർ ചെയ്യുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ അമിതമായി മേക്കപ്പ് ഇടുന്നവരെയും ഉചിതമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരെയും നിരീക്ഷിക്കാൻ പ്രത്യേകം പട്രോളിംഗ് സംഘങ്ങളെയും നിയമിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പ്രധാന ഫാഷൻ ബ്രാൻഡുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, പാത്രിയാർക്കീസ് ബാവയുടെ ഉത്തരവിന് സ്റ്റേ. ജ്ഞാനായ യാക്കോബായ മെത്രാപ്പൊലിത്തയെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിനാണ് സ്റ്റേ. കോട്ടയം മുൻസിഫ് കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. ജി ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതായി കോടതി വ്യക്തമാക്കിയത്? കോടതി അതായത് ഈ പാത്രിയാർക്കീസ് ബാവയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻസിഫ് കോടതിയാണ്, അതായത് ഈ സുപ്രീം കോടതി അടക്കം ജ്ഞാന യാക്കോബായ സഭയുടെ പ്രത്യേകമുള്ള, അതായത് അവർക്ക് തന്നെ ഭരിക്കാമെന്നുള്ള ഉത്തരവ് അംഗീകരിച്ചതായാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത്. ഫലത്തിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻസിഫ് കോടതിയെ സഭ ഔദ്യോഗിക വിഭാഗം സമീപിച്ചത്. ഇതിന്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ മെത്രാപ്പൊലിത്തയ്ക്ക് സസ്പെൻഷൻ നൽകുകയും തുടർന്ന് ഇന്ന് സഹായ മെത്രാന് ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വരികയായിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ ആശ്വാസമായി കോടതിയിൽ നിന്നൊരു സ്റ്റേ വന്നിരിക്കുന്നത്. എന്തായാലും ഈ പാത്രിയാർക്കീസ് ബാവയെ ഫലത്തിൽ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ്, ഈ ഇപ്പോഴത്തെ പാത്രിയാർക്കീസ് ബാവയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടുമായാണ് ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. നാളെയും ഇത്തരം പ്രതിഷേധങ്ങൾ തുടരും എന്നതാണ് ജ്ഞാന യാക്കോബായ സഭയുടെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിഷേധം. MSF ആണ് പ്രതിഷേധമുയർത്തിയത്. യോഗം തുടങ്ങിയതും കയ്യിൽ കരുതിയ ടീഷർട്ട് ഉയർത്തിയാണ് MSF സംസ്ഥാന സെക്രട്ടറി നൌഫൽ പ്രതിഷേധിച്ചത്. കന്റോൺമെന്റ് പോലീസ് എത്തി നൌഫലിനെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനത്തിന് അവസരമൊരുക്കും. അഡ്മിഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധിക്കുന്നതിൽ പ്രസക്തിയില്ല. പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുകുത്തില്ലെന്നും ഭയപ്പെട്ടോടില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അലോട്ട്മെന്റ് പോലും നടന്നിട്ടില്ലല്ലോ. ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സീറ്റിന്റെ കാര്യവും എണ്ണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാനിത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നു, ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ അനുവദിച്ച സീറ്റും എണ്ണത്തിനെ പറ്റിയൊക്കെ കണക്കൊക്കെ ഉണ്ട്. +1 പാസ്സായ SSLC പാസ്സായ +1 ചേരുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കും ഗവൺമെന്റ്. അങ്ങനെ ഒരുക്കുമെന്നൊരു ഗവൺമെന്റ് പറയുമ്പോൾ പിന്നെ അഡ്മിഷൻ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത അവസരത്തിൽ പ്രതിഷേധത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വീക്ഷണം മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായ. വീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്നും പ്രതിച്ഛായ വിമർശിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും ആത്മാഭിമാനമുള്ള ആരും UDFിലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തി.
മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു പരിശോധന. ബസിന്റെ സ്പീഡ് ഗവർണറും GPS-ഉം പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തി. മേയറുടെ വാഹനത്തെ മറികടക്കുമ്പോഴുള്ള വേഗപരിധി ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരത്തിൽ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സമരക്കാരെ കുത്തിയിറക്കിവിട്ടത് വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം കൊണ്ട് 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്തു. ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. സമരം ചെയ്ത സ്കൂളുകളോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഇളക്കി വിട്ടതിന് പുറകിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ. ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ, ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ, മൂടുപടം സൃഷ്ടിക്കുക. 10 ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടിക്കിടക്കുന്നു. അതിരപ്പള്ളിയിൽ വാഹനങ്ങൾ തടഞ്ഞ കാട്ടാന. വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപമാണ് കാട്ടുകൊമ്പൻ വഴി തടഞ്ഞത്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കൊമ്പൻ കാട് കയറുകയായിരുന്നു. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ വിധി തിങ്കളാഴ്ച. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. എറണാകുളം സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ശരിവെക്കണമെന്ന പ്രോസിക്യൂഷന്റെയും വധശിക്ഷ റദ്ദാക്കണമെന്ന പ്രതിയുടെ ഹർജിയിലുമാണ് വിധി പറയുന്നത്. തൃശൂരിൽ KSRTC ബസ് റോഡിലെ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്ക്. പാറേമ്പാടത്ത് വെച്ച് ബസ് റോഡിലെ കുഴിയിൽ വീഴുകയായിരുന്നു. കുഴിയിൽ വെള്ളം കെട്ടി നിന്നതിനാൽ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. യാത്രക്കാർ സീറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങി താഴെ തലയിടിച്ച് വീണ് പരിക്കേറ്റു. യാത്രക്കാരെ മറ്റൊരു KSRTC ബസ്സിൽ പിന്നീട് യാത്ര തുടരാൻ വിട്ടു. അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൌണ്ടൻസി പരീക്ഷയിൽ വിജയത്തിളക്കവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ഈ വർഷത്തെ മാർച്ച് സെഷനിലെ 3753 വിദ്യാർത്ഥികളുടെയും 2023 ഡിസംബറിലെ 2613 വിദ്യാർത്ഥികളുടെയും SCCA എന്ന സ്വപ്ന നേട്ടമാണ് ലക്ഷ്യ സാക്ഷാത്കരിച്ചത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷണൽ ഉദ്യമങ്ങളിൽ മികവ് പുലർത്തുന്നതിനാവശ്യമായ വൈദഗ്ധ്യവും അറിവും നൽകുകയാണ് ലക്ഷ്യ. ആഗോള ബിസിനസ് രംഗത്ത് മികച്ച പ്രൊഫഷണലുകളെയാണ് ഇതിലൂടെ സംഭാവന ചെയ്യുന്നത്. വയനാട് കൽപ്പറ്റയ്ക്കടുത്ത് മേപ്പാടിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ഫ്രാഞ്ചൈസി നൽകി. ബോബി ചെമ്മണ്ണൂർ. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് ഇരുകാലുകളും തളർന്ന റഷീദിനാണ് ഫ്രാഞ്ചൈസി നൽകിയത്. ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനവും മാർക്കറ്റിംഗ് പ്രൊമോഷനും ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. ബോച്ചെ ടീ പാക്കറ്റിന് 40 രൂപയാണ് വില. അതോടൊപ്പം സൗജന്യമായി ഒരു ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റും ലഭിക്കും. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പ് നടത്തുകയും ദിവസേന ഓരോ ഭാഗ്യവാന് 10 ലക്ഷം രൂപ സമ്മാനവും കൂടാതെ നിരവധി ക്യാഷ് പ്രൈസുകളും ലഭിക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.